ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ഒന്ന് ഇട്ടിട്ട്. അപ്പോൾ ഇതൊരു ആഴ്ചക്കത്തെ വീഡിയോ ഫുള്ളാക്കിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ടാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ തീറ്റ കോഴിക്കൊക്കെ കൊടുക്കണമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ഫുഡ് തന്നെ അവർക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ അതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കോഴിക്കൊക്കെ കൊടുത്തു നോക്കി നല്ല മുടക്കെ ഇടും. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ മുട ഇടാത്ത കോഴി മുട ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊക്കെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു കോഴീനെ ഞങ്ങൾ കൊടുത്ത് ആ കോഴി മുട ഇടുന്നില്ല എന്ന് പറഞ്ഞാണ് തിരിച്ചു കൊടുക്കുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ ഞങ്ങൾ തിരിച്ചു കൊടുന്നു തരുന്നതും. അപ്പോൾ അത് മുട ഇടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കോഴി മുട ഇട്ടിരിക്കുന്നത് മുടയാണ് കാണിച്ചത്. ഇതിലൊരു കോഴി ആ ഒരു മുട ആ കോഴിൻ്റെതാണ്, അത് ഉറപ്പാണ്. അപ്പോൾ ഇതാ നമ്മൾ അവർക്കുള്ള സ്പെഷ്യൽ തീറ്റ അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. തവിട്, അതേപോലെ തന്നെ തവിടില്ല നമ്മൾ ചോളത്തവിട്, ഇങ്ങനെയുള്ള ഗോതമ്പത്തവിട് ആണ്. പിന്നെ അതിക്ക് ഇതാ പിണ്ണാക്കും ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ അതിക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പുഴുവിന് ലാർവ ഉണ്ടാക്കി കൊടുക്കൂല, അതാട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പുഴുവിനെ കിട്ടും. അപ്പോൾ കോഴിക്കൊക്കെ കൊടുക്കാൻ പറ്റും. അടിപൊളി കാരം ഓർക്ക് വേഗം വളർച്ചയും കാര്യങ്ങളൊക്കെ ചെല്ലും. കോഴിക്കുട്ടികൾക്കായാലും തള്ളക്കോഴിക്കൊക്കെയായാലും ഒക്കെ തിന്നാം. അപ്പോൾ ഓർക്കിത് ഉണ്ടാക്കി കൊടുത്ത് ഓർക്കിത് പെരുന്നാൾ മാസം കണ്ട ഫീൽ ചെയ്യിക്കാരം. ഞാൻ ഇതിൽ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് കോഴി തിന്നണതും മണ്ടണതൊക്കെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ച് പാരുന്നുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ കുഴവുണ്ടാവില്ല, അതിനെക്കാട് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഏറിക്കോട്ടെ. നമ്മൾ പുട്ട് കുഴക്കുമ്പോൾ അതിൻ്റെ പൊടി കുറച്ചും കണ്ടൊരു ബോൾസ് ആയിട്ട് ഇങ്ങനെ കിടക്കില്ല, അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ലൂസ് ഉണ്ടായിക്കോട്ടെ. അധികം നനവും വെള്ളമൊന്നും ആകാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റ വെള്ളമാക്കി ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ നിങ്ങൾക്ക് ആ പാത്രക്കേ പോകാൻ പറ്റില്ല. അപ്പോൾ വെള്ളമൊന്നും അധികം ചേരാതെ തന്നെ ഇതേക്കൊരു മാതിരി ഈ ഒരു പരിവാക്കിയെടുക്കുക. അപ്പോൾ ആ കോഴിമുട്ട പൊട്ടിച്ച് പാറുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചും കാര്യങ്ങളൊക്കെ വന്നിരുന്നാലേ നമുക്ക് ലാർവ ഉണ്ടാവുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴു ഉണ്ടാവുകയുള്ളൂ ഈച്ചൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ആട്ടുംകൂടിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കൊക്കെ അത് തിന്ന് തീർക്കും. അതിനെക്കാട്ടിൽ അവർക്ക് പുഴു ആവാനൊന്നും ഒരു കാത്തുക്കൂല, അവർ അതിൻ്റെ മുന്നേ തന്നെ തിന്നു. അപ്പോൾ നമുക്ക് പുഴുവായിട്ട് കൊടുക്കുക എന്തായാലും. അപ്പോൾ ഇതാ മീൻ തല ഉണ്ടാവില്ല, നമ്മൾ ഇപ്പോൾ കറിക്കൊക്കെ എടുക്കണ മീനിൻ്റെ ബാക്കി തലയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്നൊരു കുറച്ച് വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടുകൊണ്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് വാഴൻ്റെ തട്ട, വാഴൻ്റെ കൂമ്പ് ആവില്ലേ, അത് ചെറുതാക്കി മുറിച്ചുകാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പിന്നെ തലേങ്ങന്നൊക്കത്തെ നെയ്ച്ചോറാണ്. ഇനിയിപ്പോൾ സാദാ ചോറായാലും വേണ്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണോ ഉള്ളത് ഒക്കെ അവർക്ക് കൊടുത്താൽ അവർ തിന്നും. പിന്നെ നമ്മളെ പെരയിലുള്ള എല്ലാ വേസ്റ്റും അവർ തിന്നും. പിന്നെ ഇതാ കോഴിക്കുട്ടികൾക്ക് കുറച്ച് തീറ്റയിൽ കുറച്ച് ചോറ്, നമ്മളെ നെയ്ച്ചോറായിരുന്നു. അപ്പോൾ നെയ്ച്ചോറ് കുറച്ച് ഇങ്ങനെ കട്ടായി കാണ്ടല്ല ഉണ്ടാവുക, അതും പിന്നെ കുറച്ച് തീറ്റയും കൂടിയാണ് മിക്സാക്കിക്കാണ്ട് ഓർക്ക് കൊടുക്കുകയാണ്. ഓർക്കത് കിട്ടിയപ്പോൾ കരിക്കുന്നം കിട്ടിയ മാതിരി എന്ന് പറഞ്ഞാൽ കോഴിക്ക് കരിക്കുന്നം കിട്ടിയ മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിൻ്റെ നാനാ ഭാഗത്തും കൊണ്ടുപോയിട്ട് കൊത്തി കഴിച്ചു കണ്ട എന്താ ഒരു സന്തോഷം. ഇങ്ങനത്തൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കുട്ടികൾ കൊത്തി ഓടിക്കോളും. വലിയ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഓടുന്നത്. അപ്പോൾ വെള്ളപാത്രത്തിലൊക്കെ കയറി കൊണ്ടുവരുന്നുണ്ട്, കുറച്ച് വെള്ളമൊക്കെ പാർന്ന് കൊടുക്കുന്നുണ്ട്, തൊണ്ടയിൽ കുടുങ്ങി കുടിച്ചോളും. അപ്പോൾ തള്ളക്കോഴിക്കളും കുട്ടികളൊക്കെ കൂട്ടി തിന്നണേ. അപ്പോൾ ഒരാൾ കൊട്ടയിൽ കയറി തിന്നണത് ആ ആളെല്ലാവർക്കും പേടിയാണ്. പക്ഷേ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ കോഴിക്ക് ഭയങ്കര പേടിയക്കാരം. ബാക്കിയുള്ളവർക്കൊന്നും പേടിയില്ലാത്ത പേടിയക്കാരം ആ കോഴിക്കിട്ടാ. അപ്പോൾ ഇതാ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തള്ളക്കോഴിയാണ് മാറി നോർത്തുക്കണം അതിൻ്റെ തിന്നലതിനെക്കാണ്ട്. ബാക്കിയുള്ളവർ തിന്നുകയാണ്. ഇനി ഇതാ ആടിനുള്ള വെള്ളം കാട്ടുകയാണ്. അപ്പോൾ ആടിനെ ഇടയ്ക്കൊക്കെ കാണിച്ചാലുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലത്തെ ആട് ഒരാടേനെ ഉള്ളൂ. ആദ്യം 3 ഉണ്ടായി, ആദ്യം 4 ഉണ്ടായിരുന്നത്, 3 വിറ്റിപ്പോൾ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പൈച്ച് നിൽക്കുന്ന നേരത്താണ് ഞാൻ ഉമ്മ ഫോണായിട്ട് പോയിക്കണത്. അപ്പോൾ ഉമ്മ വെള്ളമൊക്കെ പാർന്ന് കൊടുക്കുന്നുണ്ട് ഇതാ ആടിന്. അപ്പോൾ ഫോൺ കണ്ടത് ആടിന് വിചാരിച്ചു അതിന് തിന്നാനുള്ള വെച്ചിട്ടാണ് മണത്തോ കേട്ടാ. പിന്നെ ഇതാ പുണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇളക്കിയാണ് കൊടുത്തതിനോട് നല്ല പോലെയാണ് കുടിച്ചോളും. അപ്പോൾ ഇവിടെ ഉള്ള ആകെയുള്ള ഒരാടാണിത്. ഇവളാൾ ഉസാറാണ്. അവൾക്ക് വെള്ളം കാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് തിന്നാനുള്ള ഇട്ടെടുത്തതിന് അവിടെ ഉറങ്ങിക്കോള്. അത് പിന്നെ ഒരു ശല്യമില്ല, പാവാട്ടോ. അപ്പോൾ ഇതാ പുഴുവിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുഴുവിനെ ഉണ്ടാക്കിയിട്ട് ഇതാ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പുഴു വരും. നിങ്ങൾക്ക് നനവ് കുറവാണ് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അനക്കല്ലെങ്കിൽ
കുറച്ചൊന്ന് വെള്ളമാക്കി ചെറുതായിട്ടൊന്ന് തന്നെ നനച്ചു കൊടുക്കുക. അധികമൊന്നും ആക്കരുത് കേട്ടോ. കുറച്ചൊന്ന് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഒരു കൊള്ളിയായിട്ട് എന്തെങ്കിലുമായിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. അധികമൊന്നും പാരരുത്, വെള്ളമായിട്ടൊന്നും ആക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള ഇപ്പം നമ്മൾ ദോശമാവിൻ്റെ പരുവൊന്നും ആക്കണ്ട. നമ്മൾ പുട്ടിൻ്റെ തീ തന്നെ ആ ഒരു തീ തന്നെ. അതിപ്പോൾ കണ്ട കുറേ പുയ്യാളുണ്ടായിക്കണ്. അപ്പോൾ അത് വലുതാവാനൊന്നും കോഴിക്കൾക്ക് നേരമില്ല. അപ്പോൾ ഇവർക്ക് ഇതാണ് നേരിട്ടാണ് കൊടുക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം എന്നുള്ളത്. കണ്ട ചെറിയ പുയ്യാണെങ്കിൽ ഒരു നല്ല കൊത്തി പെറുക്കിയാണ് തിന്നുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പുയ്യുനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കൊത്തിപ്പെറുക്കി ഇങ്ങനെ തിന്നോളൂ. ഇനി കോഴിക്കുട്ടിയാൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ് വേറെ രസം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി. അതേപോലെ തന്നെ പുതുതായി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കോണ്ടി. പിന്നെ നമ്മളെ വീഡിയോക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കോണ്ടിട്ടാ. അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോഴിക്കുട്ടികൾ ഇതാ കിടന്ന് മണ്ടി കഴിക്കുകയാണ്. അവർക്കും പെരുന്നാൾ മാസം കണ്ട ഫീലാണ്. കണ്ട അങ്ങനെ ഇതാ കോഴിക്കൾ ഇതാ ബാക്കി അടിയിൽ വെച്ചുകൊടുത്ത ഒരു ചട്ടിയിലും ഇതിലൊക്കെ കയറി തിന്നുന്നുണ്ട്. ഭയങ്കര തീറ്റയാണ് കണ്ടോളി. അപ്പോൾ നിങ്ങൾക്കും ഇതേമാതിരി കോഴിക്കൾ തിന്നണ കാണണമെന്നുണ്ടെങ്കിൽ വേഗം പോയി ഉണ്ടാക്കി കൊടുത്തോളി. ഒരു പക്കം തിന്നയിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേമാതിരി വീഡിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുകയും പിന്നെ ഇനി എന്തെങ്കിലും കോഴിക്കളെ കാര്യത്തിൽ എന്തെങ്കിലും അറിയാൻ പൂതിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളി. അപ്പോൾ ഇനി അടുത്ത പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.